Hi everybody. Hello, good morning. Yes, this is Varsha from Tejas Academy and welcome to our live session. So today we are going to discuss about a without introduction case, and the scenario given here is the patient is not present. So we'll be having a discussion on the same. Yes, I welcome you all to this live session. Alright, so we'll be quickly going through the setting and the scenario given herein. So it's been mentioned here that it is a hospital rehabilitation unit, and in the scenario it's been given that your patient is a 75-year-old woman who has been admitted to the ward following a stroke. Her speech and memory are impaired and she has limited mobility. You have just completed clinical observations. So her son or daughter asks you for advice about his or her visits. So his or her mother is not present. So this is the context given here. So we'll be looking, in deep what is given in this particular situation and നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. Alright. So hospital rehabilitation unit ആണ് നമ്മുടെ സെറ്റിംഗ്. അതുപോലെ തന്നെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ നമ്മുടെ പേഷ്യൻറ്റ് 75-year-old women ആണ് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റഡ് ആണ് ഇൻ ആർ വാർഡ് ഫോളോയിങ് എ സ്ട്രോക്ക് പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച് ആൻഡ് മെമ്മറി ഇമ്പയർഡ് ആണ്, പ്രോബ്ലംസ് ഉണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി ആണ് പേഷ്യൻറ്റിനുള്ളത്. അതുകൂടാതെ നമ്മൾ ക്ലിനിക്കൽ ഒബ്സർവേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കോണ്ടെക്സ്റ്റ് നമുക്കിവിടെ വരുന്നത്. യു ഹാവ് കംപ്ലീറ്റഡ് ദ ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. അതുകൂടാതെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്? സോ അവരുടെ സൺ ഓർ ഡോട്ടർ നമ്മളെ വിസിറ്റ് ചെയ്യുവാണ്. വിസിറ്റിംഗ് ആഴ്സിനെ പറ്റിയിട്ട് അറിയാനുള്ള വിസിറ്റിംഗ് റെഗുലേഷൻസ്, എപ്പോഴൊക്കെ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യാം എന്നുള്ള ക്ലാരിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൺ ഓർ ഡോട്ടർ നമ്മളെ വിസിറ്റ് ചെയ്യാണ്. And so his or her mother is not present for the discussion. അതായത് നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഷ്യൻ്റ് ഇവിടെ പ്രസൻറ്റ് അല്ല. സോ ആസ് ടു ജസ്റ്റിഫൈ ദ ടൈറ്റിൽ, ഇതൊരു വിതൗട്ട് ഇൻട്രൊഡക്ഷൻ കേസിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് ആൻഡ് അവിടുത്തെ സിനേരിയോയിൽ തന്നിട്ടുള്ളത് പേഷ്യൻ്റ് നോട്ട് പ്രസൻറ്റ്. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഓൾസോ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമുക്ക് നോക്കാം. ബിക്കോസ് വെനെവർ വി ഗോ വിത്ത് എൻ ഇൻട്രൊഡക്ഷൻ യു ഹാവ് ടു ഗോ ത്രൂ 3 different things. എന്തൊക്കെയാണ് ആ 3 ഡിഫറെൻറ്റ് കാര്യങ്ങൾ? സോ ദ സെറ്റിംഗ്, സിനേരിയോ ആൻഡ് ദ ഫസ്റ്റ് ടാസ്ക്. സോ ദ സെറ്റിംഗ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, നമുക്ക് മനസ്സിലായി നമ്മൾ ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ യൂണിറ്റിലുള്ളൊരു നഴ്സാണ്. ആൻഡ് വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൈസ്റ്റാൻഡറിനോടാണ്. അതുകൂടാതെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ബൈസ്റ്റാൻഡർ വിസിറ്റിംഗ് ആഴ്സിനെ പറ്റി, എപ്പോഴൊക്കെ പേഷ്യൻറ്റിനെ അതായത് അവരുടെ മദറിനെ വിസിറ്റ് ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ബൈസ്റ്റാൻഡറിനോട് സംസാരിക്കുന്ന സമയത്ത് പേഷ്യൻ്റ് ഇല്ല. ആൻഡ് ഗോയിങ് ടു ദ ഫസ്റ്റ് ടാസ്ക്, ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ റിക്വസ്റ്റ് ടു സീ യു. എന്തിനാണ് നമ്മളെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുന്നത്. സോ എന്തായിരിക്കും ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ? വാട്ട് യു തിങ്ക് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഫോർ ദിസ് പെർട്ടിക്കുലർ കേസ്? എങ്ങനെയായിരിക്കും നമ്മൾ ഇതിൻ്റെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാം? So what do you feel about this particular situation herein? എങ്ങനെയായിരിക്കും നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക? Alright. സോ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പേഷ്യൻ്റ് അവിടെ കോൺവെർസേഷൻ ടൈമിലില്ല. നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ദി ബൈസ്റ്റാൻഡർ ഇസ്, എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേസ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? വിൽ ബി ഗ്രീറ്റിംഗ് ദം അറ്റ് പ്രസൻറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ബൈസ്റ്റാൻഡറിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്, പേഷ്യൻ്റ് അവിടെ ഇല്ല. Then you may give your self introduction. നമ്മൾ ആരാന്ന് പറയാം. വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസ് ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ, അതിനുള്ള ക്ലാരിറ്റി ഞാൻ പറയാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ മേ ഐ നോ why you requested to see me? അല്ലെങ്കിൽ could you please tell me the reason for the request to see me? എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അപ്പോൾ അവർ പറയണ ഒരു കാര്യം എന്തായിരിക്കും? I saw that you have just completed the clinical observation of my mother. അല്ലെങ്കിൽ I came to know that you just completed the clinical observation of my mother. I want to know how she is doing. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുക? We need to make a confirmation. നമ്മൾ അസസ് ചെയ്ത പേഷ്യൻറ്റിൻ്റെ കാര്യം തന്നെയാണോ ഇവർ പറയണേന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? വി മേ ആസ്ക് ദി പേഷ്യൻസ് നെയിം ആൻഡ് ഏജ് ഫോർ ദി കൺഫർമേഷൻ. നമ്മളിവിടെ പേഷ്യൻ്റ് നെയിം ആൻഡ് ഏജ് എന്ത് ചെയ്യും? കൺഫേം ചെയ്യും. ഓൾറൈറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ വി നീഡ് ടു മേക്ക് എ കൺഫർമേഷൻ ആ സെയിം പേഷ്യൻ്റ് തന്നെയാണോ? പേഷ്യൻ്റ് നെയിം ആൻഡ് ഏജ് നിങ്ങൾക്ക് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൺഫർമേഷൻ. ഫോർ കൺഫർമേഷൻ നമ്മൾ അവരുടെ പേര് ചോദിക്കുന്നു. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് അവരുടെ പേര് ചോദിക്കാം. ഇപ്പോൾ സിറ്റുവേഷനെ പറ്റി കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയോ? ഹൗ ടു അപ്രോച്ച് ദിസ് സോർട്ട് ഓഫ് എ സിറ്റുവേഷൻ എന്നുള്ള കാര്യം
So we need to go through the situation very keenly. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ഐഡിയാസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. സോ ഇവിടെ നമുക്കൊരു വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ പോലെയാണുള്ളത്. സോ യു മൈറ്റ് ബി ഹാവിങ് കൺഫ്യൂഷൻ ആസ് ടു വൈ ഈസ് ദിസ് വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ ആണ് ആൻഡ് നമ്മളിവിടെ എങ്ങനെയായിരിക്കും ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾസോ ദ ഫസ്റ്റ് ടാസ്ക് ഇസ് a bit confusing അല്ലേ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് പറയുന്നത്? എന്തിനാണ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ബൈസ്റ്റാൻഡർ നമ്മളെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ വിൽ ബി ആസ്കിങ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും നമ്മൾ ചോദിക്കുക? അവരോട് ഈ രീതിയിലായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് തിങ് വുഡ് ബി വി കൻ ഗ്രീറ്റ്. ഇപ്പോൾ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ നമ്മളെ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാണണമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള നമ്മുടെ റെസിഡൻ്റ് ആണ് നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. സോ ഗുഡ് മോർണിംഗ്. Yes, please have your seat. Let me introduce. My name is Varsha and I'm a nurse working in this hospital rehabilitation unit. So could you please tell me the request to see me? I got to know that you requested. So yes nurse, I came to see that you have just completed the examination of my mother. I want to know how she is doing. Alright, for my confirmation, could you please state your mother's name and age? Oh yes, yeah, I have just completed the examination of Annie. So for our better communication, may I know your name please? Oh well, thank you for that. ഇപ്പോൾ പേര് for instance Joseph എന്നാണെന്നുണ്ടെങ്കിൽ, well Joseph, let me give the information about your mother's condition. Okay, so അങ്ങനെയായിരിക്കണം ഈ ഒരു കോണ്ടെക്സ്റ്റ് ഇനി സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ടത്. കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഹാവ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ? സോ റിക്വസ്റ്റഡ് ടു സീ യു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഹാവ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്? ഓൾറൈറ്റ്, സോ നമ്മുടെ ഫസ്റ്റ് So we will be starting in this particular manner. ഇനി നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം, what we have found out from the situation. ഇനി നമുക്ക് എന്തായിരിക്കും നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്? So at first we will be alright, so yes Miraculin, I guess you have gotten confusion. Ma'am, if the scenario is like you're visiting a patient who spent a month in hospital following a stroke and now you're visiting home to check up for the first time after the hospitalization, how to introduce? Alright, I'll get you know, I'll tell you about this. So the situation is, scenario is like you're visiting a patient who spent a month in the hospital following a stroke and now you're visiting to check for the first time after hospitalization. Alright, so this is a home visit setting ആണല്ലോ. Moreover, ഇപ്പോൾ ഈ പേഷ്യൻറ്റിനെ നമ്മൾ തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. സോ വിൽ ബി ഗ്രീറ്റിംഗ് അറ്റ് ഫസ്റ്റ്. അതിനുശേഷം എന്താണ്, ജസ്റ്റ് ഒരു ഹോം വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, ഫസ്റ്റ് ടൈം ഹോം വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് യു നീഡ് ടു സ്റ്റാർട്ട് ദിസ് പെർട്ടിക്കുലർ കേസ്. ആൻഡ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? വെൽ, മൈ നെയിം ഇസ് വർഷ, ഐ എം എ നഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ വേർ യു വർ അഡ്മിറ്റഡ് എന്ന് മെൻഷൻ ചെയ്യാം. സോ ഐ എം എ നഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ വേർ യു വർ അഡ്മിറ്റഡ് എന്നായിരിക്കും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ആസ് നോൺ ഓർ അൺനോൺ. സോ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഹോം വിസിറ്റ്സിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടല്ലോ. ഫസ്റ്റ് ടൈം വിസിറ്റും അതുപോലെ തന്നെ റെഗുലർ വിസിറ്റും ഉണ്ടല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് റെഗുലർ ആണെന്ന് പറയുമ്പോൾ മാത്രം ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഈ കേസിൽ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ബിക്കോസ് നമ്മൾ ടേക്ക് കെയർ ചെയ്ത പേഷ്യൻറ്റിനെ തന്നെയാണ് നമ്മൾ ഹോം വിസിറ്റിന് ചെല്ലുന്നത് എന്ന് ഒരു ക്ലാരിറ്റി അവിടെ അങ്ങനെ പറയണം എന്നില്ല. പിന്നെ അവിടെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷനിൽ ഇത് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. സോ മൈ നെയിം ഇസ് സോ ആൻഡ് ഐ എം എ നഴ്സ് ഫ്രം ദി ഹോസ്പിറ്റൽ വേർ യു വർ അഡ്മിറ്റഡ് എന്ന് പറയുന്നതാണ് ബെറ്റർ. Alright, so in this particular case അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് ടാസ്കിലേക്ക് നമ്മൾ ഇനി കണ്ടീഷനെ പറ്റിയിട്ട് അവർക്ക് ഓവർവ്യൂ കൊടുക്കുകയാണ്. സോ ലെറ്റ് മീ ഗീവ് സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ മദേഴ്സ് കണ്ടീഷൻ. After the assessment, I came to see that she is in the first stage of recovery. Her vital signs are satisfactory. Regarding the memory and speech capabilities, I'm so sorry to say that there is no change, but about the mobility there is slight improvement. ക്ലിയർ ആയോ? ഇപ്പം ജസ്റ്റ് നിങ്ങളങ്ങ് വായിച്ചു വിടാണ്ട് അതിൻ്റെ ഇടയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണക്ടേഴ്സും കൂടി യൂസ് ചെയ്യുക. എന്തൊക്കെയായിരിക്കും നമുക്ക് ആ ഒരു സെൻറ്റൻസ് ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് ഇമോഷൻസും കൂടി ആഡ് ചെയ്യണം. നോ ചേഞ്ച് ആണ്, സ്ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ് എന്നൊക്കെ ജസ്റ്റ് വായിച്ചു വിടാണ്ട്
ആക്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നു? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു കണ്ടീഷൻ റിവീൽ ചെയ്യാണ്, എന്താണ് നമ്മൾ അസസ് ചെയ്തതിന് ശേഷം കണ്ടെത്തിയത്. ജസ്റ്റ് ലെറ്റ് മീ ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ മദേഴ്സ് കണ്ടീഷൻ. പേഷ്യൻ്റ് എന്നുള്ള വേർഡ് അവോയ്ഡ് ചെയ്യുക, അബൌട്ട് യുവർ മദർ എന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. So let me give the information about your mother's condition after my assessment. So she is in the first stage of recovery. Her vital signs are satisfactory. And regarding the memory and speech capabilities, I'm sorry to inform you that there is no change. But about the mobility, there is slight improvement. So I guess you are happy to know that. Alright. So can I ask you, what is your opinion about your mother's condition? എന്തായിരിക്കും നമ്മളിവിടെ നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ക്ലിയർ ആയോ? അവർക്ക് എന്താണ് അവരുടെ മദറിൻ്റെ കണ്ടീഷനെ പറ്റി തോന്നുന്നത്? ബിക്കോസ് യു മൈറ്റ് ഹവ് നോട്ടീസ്, നമ്മൾ ഗീവ് ഇൻഫർമേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്ന ടാസ്ക് ഉണ്ട്. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി കവർ ദ പർട്ടിക്കുലർ ടാസ്ക് ഓൾസോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. ആ ഒരു ടാസ്ക് ഒറ്റ സ്ട്രെച്ചിലാണ് പോകുന്നത്. ആൻഡ് അത് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി നിങ്ങളുടെ ഇമോഷൻസും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക, റാദർ ദാൻ ജസ്റ്റ് റീഡിങ് ത്രൂ ദി ടാസ്ക്. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ റേസ് ചെയ്തു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന റെസ്പോൺസ് ഇതാണ്. So I feel like my mother is a bit of improved, or she is having improvement in her condition as of now എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. സോ വാട്ട് എവർ ദ റെസ്പോൺസസ്, ആ റെസ്പോൺസിനുള്ളൊരു മറുപടിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കണം. ക്ലിയർ ആയോ? നിങ്ങൾ അവർ ജസ്റ്റ് പറയുന്ന കേട്ടിരുന്നാൽ മാത്രം പോരാ, അവരെന്താണോ നമ്മളോട് പറയുന്നത് അതിനനുസരിച്ചുള്ളൊരു റെസ്പോൺസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി അവർക്ക് അവിടെ കൊടുക്കുക. സോ ലിസൺ, ബി എ ഗുഡ് ലിസണർ ഓൾസോ. സ്പീക്ക് ചെയ്യാന്നതിൻ്റെ ഒപ്പം തന്നെ ബീങ് ആൻ ആക്റ്റീവ് ലിസണർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണ പോലെ ആകും. ഓൾറൈറ്റ്, അപ്പോൾ അതുപോലെ മാത്രമല്ല പോകേണ്ടത്. സോ അവർക്ക് നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ആവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്? സോ കൺഫേം ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ കോൺടാക്ട് വിത്ത് ഫാമിലി. സോ അവിടെ ബൈസ്റ്റാൻഡർ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഐ ഫീൽ മൈ മദർ ഇസ് ഇംപ്രൂവിങ് നൗ. So I want to ask you about the visits. I'm planning to visit her regularly. എനിക്ക് എന്നും വന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത്, അപ്രിഷിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെൽ, ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ കൺസേൺസ് and I can see that you are a very loving son or daughter. എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പേഷ്യൻ്റ് ഒരു ഐഡിയ കൊടുക്കുക. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി ഗിവിങ് ആൻ ഇൻഫർമേഷൻ ഓൺ ദിസ്. അപ്പോൾ അവർ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്തു, കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിൻ്റെ, ലാസ്റ്റ് ആയിട്ടുള്ള ടാസ്കിൻ്റെ അപ്രോച്ചാണ് നമ്മുടെ അടുത്ത ടാസ്കിൽ കിടക്കുന്നത്. വെൽ Joseph, I can confirm the benefits of regular contact with family. What I have done is I can എന്ന് മാത്രം ഞാനിവിടെ ആഡ് ചെയ്തുള്ളൂ. So I can confirm the benefits of regular contact with family. This will help. അവിടെ ഒരു എക്സാമ്പിൾ ആണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സാമ്പിൾ എന്നല്ല നമ്മൾ അവിടെ പറയേണ്ടത്. Either you may say this will help lifting the mood and energizing your mother, also help in passing time and establishing a routine. Or else because എന്ന് നിങ്ങൾക്ക് പറയാം. So I can confirm the benefits of regular contact with family because this will help to lift up your mother's mood, energize your mother and pass the time also. Moreover, establish a routine എന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയോ? ആൻഡ് യു മൈറ്റ് ഹവ് നോട്ടീസ്, നമ്മുടെ ഈ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കീവേഡ് ഉണ്ട് കൺഫേം, ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത കീവേഡ് വരുന്നുണ്ട് റിമൈൻഡ്. ആൻഡ് ആ സെൻറ്റൻസ് തീരുന്നതിൻ്റെ അവിടെ തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും മേക്ക് റെക്കമെൻഡേഷൻസ്. ഇതെല്ലാം ഒറ്റ സിംഗിൾ ടാസ്കിൽ തന്നെയാണ്, ഒരൊറ്റ ബുള്ളറ്റ് പോയിന്റിൽ. വാട്ട് ഐ വോണ്ട് ടു മെൻഷൻ ഹിയർ ഇസ്, മാം ഓൾസോ യൂസ് ചെയ്യാൻ പറ്റുമോ ഇടയ്ക്ക്? യെസ് ജൊഹാൻ, നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. അത് ഓൾസോ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ദി ഓൺലി തിങ് ഈസ് എപ്പോഴും റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ പറയരുത്. ഓൾസോ ദി തിങ് ഈസ്, സോ ഐ ക്യാൻ കൺഫേം ദ ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ കോൺടാക്ട് വിത്ത് ഫാമിലി, ലിഫ്റ്റിംഗ് മൂഡ്, ഓൾസോ എനർജൈസിങ് പേഷ്യൻറ്റ് ആൻഡ് ഓൾസോ ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഫൈനലി വരുമ്പോൾ ആൻഡ് ഓൾസോ പറയാം. Can we use? Yes, definitely you may use also and also നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് റെപ്പറ്റീഷൻസ് വരുന്നത് മാത്രം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ലിഫ്റ്റിംഗ് മൂഡ് ആൻഡ് ഓൾസോ എനർജൈസിങ് പേഷ്യൻറ്റ് ആൻഡ് ഓൾസോ പാസിംഗ് ടൈം ആൻഡ് ഓൾസോ, അപ്പോൾ ഇങ്ങനെ റെപ്പറ്റീഷൻസ് വരത്തില്ലേ, അത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഫൈനലി വരുമ്പോൾ നമുക്ക് ആൻഡ് ഓൾസോ എന്ന് മെൻഷൻ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഓൾസോ, അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഓൾറൈറ്റ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Ma'am, how to do the task if the task is confirm the presence of symptoms after examination? Yes, the same way I can confirm എന്ന് പറഞ്ഞാൽ മതി.
Alright, my client, so what you need to say here is, I can confirm. Well, I can confirm the symptoms, the presence of symptoms എന്ന് mention ചെയ്താൽ മതി. Alright, yes, so I'm just proceeding with this particular task. So you might have noticed മൂന്ന് keywords നമുക്ക് ഈ ഒരു particular contextൽ തന്നെ വരുന്നുണ്ട്. What you need to do here is, ഇതിൻ്റെ in between concerns ചോദിക്കാതിരിക്കുക. Like here and here, ഇവിടെ ഒന്നും നമ്മൾ concerns ചോദിക്കരുത്. Why so? Because when you ask a concern at this point, നിങ്ങൾ ഇവിടെ concern ചോദിക്കുമ്പോൾ maybe interlocutors എന്ത് ചെയ്യാം, അടുത്ത ടാസ്കിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഓരോ ബുള്ളറ്റ് പോയിന്റ്സിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ മൈ റിക്വസ്റ്റ് ഹിയർ ഇസ് ജസ്റ്റ് ഗോ വിത്ത് ദ ടാസ്ക്. ഈ രീതിയിൽ തന്നെ പോവുക. ആൻഡ് ഇവിടെ നമുക്ക് ഇത്രയും വലിയ ടാസ്ക് നമ്മൾ തനിയെ പറയുമ്പോൾ കൺസേൺ ചോദിക്കരുത് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ തനിയെ പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര മോണോലോഗായിട്ട് ഫീൽ ചെയ്യും. ഇനി ആ മോണോലോഗ് വരുന്ന ടെൻഡൻസി മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ട് യു കെൻ ഡു ഹിയർ ഇസ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്ടേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പെർസ്പെക്റ്റീവ് നമുക്ക് അറിയാം. ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഇങ്ങനെ പറയാണ്, ഐ ക്യാൻ കൺഫേം ദ ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ കോൺടാക്ട് വിത്ത് ഫാമിലി. It helps in lifting mood, energizing your mother, passing time, moreover, establishing a routine for her. In addition to that, I would like to remind you of visiting regulations. Shall I proceed with that, Joseph? എന്ന് നമുക്ക് അവിടെ ചോദിക്കാം. What I did here is, എന്ത് ചെയ്തു, ഞാൻ അവിടെ ചോദിച്ചു, ഞാനത് പറയട്ടെ. Shall I proceed എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു, അവരുടെ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വി ആർ ഇൻക്ലൂഡിംഗ് ദ പേഴ്സൺ ഇൻ ടു ദ കോൺവെർസേഷൻ. മോണോലോഗ് പോകുന്നത് നമുക്ക് മാറ്റാൻ പറ്റും. Shall I proceed with that, Joseph? All right. So maximum 2 visitors are allowed and not during the meal times and treatment times. All right. ഇനി അതിനൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. So along with that, I would like to make some recommendations about the visits as well. That is, it should be, or it need to be in a short duration, or the visits are to be for short durations, and watch for signs of tiredness whenever you're with your mother, and no need for any constant conversation. So I hope you will be able to follow these instructions എന്ന് അവിടെ ചോദിക്കാം. ഇത് റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് തന്നെ ക്ലാരിഫിക്കേഷൻ അല്ല, അത് അവർക്ക് ഓക്കെ ആണോ, അവരത് ആസ് സച്ച് ഫോളോ ചെയ്യുമോ, അവരുടെ പേഴ്സ്പെക്റ്റീവ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓൾറൈറ്റ്, സോ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. വെദർ യു ആർ എഡ്യൂക്കേറ്റിംഗ് ഓർ യു ആർ ടെലിംഗ് ദ പേഴ്സൺ ടു ഡു സോ. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് തമ്മിലൊരു ഡിഫറൻസിയേഷൻ വേണം. എല്ലാത്തിനും അതും ക്ലാരിഫിക്കേഷൻ അല്ല, നമ്മൾ റെക്കമെൻഡേഷൻസ്, സജഷൻസ്, എന്തെങ്കിലും ഓഫറിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ പെർസ്പെക്റ്റീവ് ആണ് അറിയേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യുക. ഓൾറൈറ്റ്, സോ ഈ ടാസ്കിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയോ? വിൽ ബി ജസ്റ്റ് ഗോയിങ് ഫ്രം വൺസ് അഗൈൻ. ആദ്യം ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സോ ഞാനിവിടെ വിശ്വസിക്കുന്നത് നിങ്ങളും എൻ്റെ കൂടെ പറയുന്നുള്ളതാണ്, ഞാനതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. Alright, നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ടാസ്ക് വീണ്ടും പറയാനുള്ള കാരണം അതാണ് കേട്ടോ. സോ ഐ ക്യാൻ കൺഫേം ദ ബെനിഫിറ്റ്സ് ഓഫ്, വെൽ ജോസഫ്, ഐ ക്യാൻ കൺഫേം ദ ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ വിസിറ്റ്സ്, റെഗുലർ കോൺടാക്ട് വിത്ത് ഫാമിലി, because this will help in lifting mood, energizing your mother, passing time, and also establish a routine. In addition to that, I would like to remind you of the visiting regulations. Shall I proceed with that, or can I continue എന്ന് വേണമെങ്കിൽ ചോദിക്കാം. Well, a maximum of 2 visitors are allowed and not during the meal times and treatment time. Along with that, I would like to make some recommendations about the visits. So, would you mind listening to the same? Okay, so the visits are to be of short durations and watch for signs of tiredness. Moreover, there is no need for any constant conversation. So, will you be able to follow as such? എന്ന് ചോദിക്കാം. Are you following me എന്ന് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് അത്രയും അവർക്ക് മനസ്സിലായോ എന്നുള്ളതാണ് കേട്ടോ ജോഹാൻ. സോ നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ will you be able to follow this instruction, അല്ലെങ്കിൽ is it okay with you to do so എന്ന് ചോദിക്കാം. is it all right for you എന്ന് പറയുന്നതാണ് അവരുടെ പെർസ്പെക്റ്റീവ് അറിയാനുള്ളത്. ഓക്കെ, അപ്പോൾ അവർ പറയല്ലോ യെസ് ഇറ്റ് ഇസ് ഫൈൻ, ആ രീതിയിൽ വരുന്നത്. ക്ലിയർ ആയോ? മറ്റേതെല്ലാം എന്താണ്, ക്ലാരിഫിക്കേഷനാണ്. ആർ യു ഫോളോയിങ് മീ ദാറ്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ബി സെയിങ് യെസ് ഐ ഗോട്ട് യുവർ പോയിന്റ്, എനിക്ക് മനസ്സിലായി, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ദിസ് ഇസ് ദ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. ഇത് ക്ലിയർ ആയല്ലോ. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് ബൈസ്റ്റാൻഡറിനോട് ചോദിച്ചു ഇത് ഫോളോ ചെയ്യാൻ അവർക്ക് ഓക്കെ ആണോ, കൺവീനിയൻ്റ് ആണോ എന്ന് ചോദിച്ചു. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി അറിയാനുണ്ട്. നിങ്ങളിത് ചോദിച്ചു നിർത്തുമ്പോൾ ഇൻ കേസ് അവരൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദാറ്റ്. ഇനി അങ്ങനെയല്ല, അവരങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡു ആസ്ക് എ ക്വസ്റ്റ്യൻ. വെൽ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഡു യു നീഡ് എനി അതർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്? യെസ്. അപ്പോൾ ഇനി അവർക്ക് അറിയാനുള്ളത്
what I can do from my side, എനിക്ക് എന്താണ് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് to help my mother. സോ അവർ ആ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നതിന് തന്നെ ഐ വാലിഡേറ്റ് യുവർ കൺസേൺ, അങ്ങനെയാണോ അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം. ദേ ആർ വെരി ദേ ആർ വെരി എൻതൂസിയാസ്റ്റിക് ആൻഡ് ഓൾസോ ദേ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദെയർ മദർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രേസും കൂടെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യാം. Well, I can see that you are very concerned about your mother, and also I'm really glad about that, and I do respect your concerns. Well, I really appreciate you for making this question. Let me give some advice on the ways for you to help your mother. അപ്പോൾ ഈ സൺ ആൻഡ് ഡോട്ടർ വരുന്നിടത്തെല്ലാം നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, യു. ആൻഡ് പേഷ്യൻ്റ് വരുന്നതെല്ലാം നിങ്ങൾ പ്രിപ്പറേഷൻ ടൈമിൽ ആ പേഷ്യൻ്റ് മാറ്റി ഒന്ന് മദർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ ടൈമിൽ വരുന്ന കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും അറിയാണ്ട് ബൈ മിസ്റ്റേക്ക് ആ ഒരു പേഷ്യൻ്റ് വന്നു പോയാൽ ദാറ്റ് വോണ്ട് സൗണ്ട് ഗുഡ്. ഓക്കെ, അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയി ഫീൽ ചെയ്യില്ല. സോ മൈ റിക്വസ്റ്റ് ഇസ് അങ്ങനെ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ തന്നെ വായിക്കുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് മാറ്റാം. Alright, so അവരെ പേഷ്യൻ്റ് ആ ബൈസ്റ്റാൻഡറിനെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തതിന് നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്തതിന് സ്റ്റാർട്ട് ചെയ്യാം. വെൽ, ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ മേക്കിംഗ് ദിസ് എൻക്വയറി. ഐ എം റിയലി ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. സോ ഐ കൻ ഗീവ് സം അഡ്വൈസ് ഓൺ വേസ് ഫോർ യു ടു ഹെൽപ്പ് യുവർ മദർ. Firstly, do mobility exercises together. Secondly, bring some items, personal items to prompt your mother's memory. In addition to that, give encouragement. സോ ഇതും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലേ, നമ്മൾ അഡ്വൈസ് കൊടുത്തു, പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ട ആരാണ്, അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവരോട് എന്ത് ചോദിക്കാം, വെൽ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്, ഓർ ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു എന്ന് ചോദിക്കാം. ഇതൊക്കെ ചെയ്യാൻ അവർക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇതൊക്കെ അവർക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റേസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ശ്രമിക്കുക. സി ഓൾവേസ് ലുക്ക് ഫോർ ദിസ് തിങ്. നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുവാണോ, അവർക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണോ, അതോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ പറയുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു, വിൽ യു ബി ഏബിൾ ടു ഡു സോ, alright, and is it okay with you to follow these instructions എന്ന് ചോദിക്കാം. is it all right എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ that would be much more good. Okay, so then I'm proceeding with the next task. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ നിന്ന് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കിലേക്ക് വരാണ്. എവിടെ കൺസേൺസ് ചോദിക്കണം എന്നൊരു കൺഫ്യൂഷൻസ് വരാറില്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടോപ്പിക്സ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാം. സോ ഇവിടെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കിലേക്കാണ് അടുത്തത് പേഷ്യൻ്റ് കിടക്കുന്നത്, ബൈസ്റ്റാൻഡർ പോകുന്നത്. സോ അഡ്വൈസ് അഗൈൻസ്റ്റ് പേഷ്യൻ്റ് ലീവിങ് വാർഡ് അറ്റ് പ്രസൻറ്റ്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോ, അഡ്വൈസ് അഗൈൻസ്റ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് എങ്ങനെ കണക്ട് ചെയ്യും. സോ ഇതുപോലത്തെ ഒരു സിമിലർ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അഡ്വൈസ് അഗൈൻസ്റ്റിന് പകരം വരുന്നൊരു വേർഡ് ഏതാണെന്ന് പറയുമോ, OET സ്പീക്കിംഗ് കാർഡിൽ എനി ഗെസ്. അഡ്വൈസ് അഗൈൻസ്റ്റ് എന്ന് പറയുന്നതിന് പകരം വരുന്ന ഒരു കീവേഡ് ഏതെങ്കിലും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ഈ സെയിം കോണ്ടെക്സ്റ്റിൽ വരുന്നത്. അഡ്വൈസ് അഗൈൻസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം, അപ്പോൾ അതുപോലെ എന്തെങ്കിലും വരുന്ന കീവേഡ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? എനി ഗെസ് ഫ്രം യുവർ സൈഡ്? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസസ്. അഡ്വൈസ് അഗൈൻസ്റ്റ് പേഷ്യൻ്റ് ലീവിങ് വാർഡ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കീവേഡ്സ്. റെസിസ്റ്റൻസ്, വെരി ഗുഡ്. റെസിസ്റ്റൻസ് ഇല്ല, റെസിസ്റ്റ്. ആക്ച്വലി വെരി ഗുഡ്. അപ്പോൾ റെസിസ്റ്റ് എന്നും വരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർഡിൽ റെസിസ്റ്റ് എന്നും വരാം. ഓക്കെ, റെസിസ്റ്റ് പേഷ്യൻ്റ് ലീവിങ് വാർഡ് അറ്റ് പ്രസൻറ്റ്. എന്താണ് ഈ റെസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് നമ്മൾ പറയുന്നതാണ് അല്ലേ. യെസ്, വെരി ഗുഡ് മെറിക്ലൈൻ. ആൻഡ് ഓൾസോ ദർശന, ഔട്ട്സൈഡ് ഫുഡ് നോട്ട് അലൗഡ്. ഓക്കെ, നോ, വി ആർ സെയിങ് ദാറ്റ് നോട്ട് ടു ലീവ് ദ വാർഡ് എന്നാണ് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ വാർഡ് അല്ലെങ്കിൽ ഈ ഒരു പേഷ്യൻ്റ് വാർഡ് ലീവ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ റീസൺസും നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട്. സോ വാട്ട് വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് തിങ്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്, റെസിസ്റ്റ് എന്നുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെ പറയാം, for not to do something like resistance. Yes, definitely Johan. So we will be proceeding with this thing. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, റെസിസ്റ്റ് പേഷ്യൻ്റ് അല്ലെങ്കിൽ അഡ്വൈസ് അഗൈൻസ്റ്റ് പേഷ്യൻ്റ് ലീവിങ് വാർഡ് അറ്റ് പ്രസൻറ്റ്. ഇപ്പോൾ ലീവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. നമ്മളത് എങ്ങനെ പറയും? So the patient can't leave the ward at present, അല്ലെങ്കിൽ no, your mother can't leave the ward at present എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു അപ്രോപ്രിയേറ്റ് മാനറിലേക്ക് ഇവിടെ ഫിറ്റ് ആവാത്ത പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റെസിസ്റ്റ്, അഡ്വൈസ് അഗൈൻസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവർക്കൊന്ന് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സിമ്പത്തൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം, വെൽ ഐ എം സോ സോറി ടു സേ ദാറ്റ് യുവർ മദർ കാൺട്ട് ലീവ് യുവർ വാർഡ് അറ്റ് പ്രസൻറ്റ്.
എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എന്താണ്, നമ്മൾ ആ പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഫ്രൂട്ട്ഫുൾ ആവുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതുപോലത്തെ വേർഡിങ്സ് വരുമ്പോഴത്തേക്കൊന്നും നിങ്ങളത് പറയാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏത് ടാസ്ക് വന്നാലും റെസിസ്റ്റ് വരുന്ന ടാസ്ക് വെച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. വെൽ ഐ എം സോറി ടു സേ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വെൽ ഐ എം സോറി ടു സേ ദാറ്റ്. Well, I'm sorry to say that your mother. അപ്പോൾ ഇവിടെ മദർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മദർ can't leave the ward എന്ന് പറയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, your mother. So, I'm sorry to say that your mother can't leave the ward at present. അല്ലെങ്കിൽ I can't allow your mother എന്നും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അതും കൂടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. സോ ഐ എം സോറി ടു സേ ദാറ്റ് I can't allow your mother. I can't allow your mother to leave the ward at present. അല്ലെങ്കിൽ I can't allow your mother leaving the ward at present എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ആ ഒരു സിറ്റുവേഷൻ നോക്കിക്കേ, എവിടേക്കാണ് റെസിസ്റ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത്, അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് ആണത്. അത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം ആൻഡ് ഈ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വിത്തൗട്ട് എനി കൺഫ്യൂഷൻ. കാരണം റെസിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം പറ്റത്തില്ല എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡൂ സോ. ഓൾറൈറ്റ്, സോ ആ രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കോൺവെർസേഷനിൽ കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. സോ ഇത് മാക്സിമം നോട്ട് ഡൗൺ ചെയ്ത് തന്നെ പോവുക. റെസിസ്റ്റ് ആൻഡ് അഡ്വൈസ് അഗേൻസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ പറയേണ്ടത്. വെൽ ഐ എം സോ സോറി ടു സേ ദാറ്റ് ഐ കാൻറ്റ് അലൗ യുവർ മദർ ലീവിങ് ദ വാർഡ് അറ്റ് പ്രസൻറ്റ്. ഇനി എന്തുകൊണ്ടാണ്? ബിക്കോസ് റെഗുലർ മോണിറ്ററിംഗ് ഇസ് റിക്വയർഡ് ബൈ നഴ്സിംഗ് സ്റ്റാഫ് and there is a need for improvement in your mother's strength, orientation and mobility. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻസ് എന്നതിന് പകരം ഇൻ യോർ മദേഴ്സ് എന്ന് പറയാം. ഓൾറൈറ്റ്, കാരണം ആ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർലി എന്തായിരിക്കും ഫീൽ ചെയ്യില്ല. അതിനേക്കാളും ബെറ്റർ ആണ് ഇൻ യോർ മദേഴ്സ് സ്ട്രെങ്ത്, മൊബിലിറ്റി, ഓറിയൻറ്റേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന് മെൻഷൻ ചെയ്യാം. ഓൾറൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. Yes, Ashley, ma'am, if you don't mind, could you please tell me the writing session time? It's Tuesday ആണ് നമുക്ക് writing sessions വരുന്നത് and 4:30 ആയിരിക്കും കേട്ടോ ടൈമിംഗ്, Ashley. So I hope it is clear now. So ഈ ഒരു preparation, ma'am, could you please give me some tips on managing preparation time? I read the scenario, setting and all tasks, then the time ends, how to handle the situation. All right, so preparation time is something very crucial. We need to have a clarity on how to approach also. So it is again very important that you people have a clarity. അപ്പോൾ നമ്മൾ ഈ 3 minutes ടൈമിൽ നിങ്ങൾക്ക് ഈ കാർഡ് എത്രയും ക്ലിയർ ആയല്ലോ. ഐ എം ജസ്റ്റ് ഡീവിയേറ്റിംഗ് ഫ്രം ദ ടാസ്ക്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എൻഡ് ചെയ്തിട്ട് മിറക്ലൈൻ ഐ വിൽ ഗിവ് എൻ ഐഡിയ അബൌട്ട് ദ സെയിം. ഓൾറൈറ്റ്, സോ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇനി ഈ ടാസ്ക് ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദി ടാസ്ക്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനോട് ബൈസ്റ്റാൻഡറിനോട് എന്ത് ചോദിക്കാം? ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ് ജോസഫ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ കോൺവെർസേഷനിലെ ബൈസ്റ്റാൻഡർ. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ് തിങ് ജോസഫ്. വെൽ, താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഇനി കൺക്ലൂഷൻ ആണ്. So how to conclude a task properly? Conclusion should also be in an appropriate manner based on the situation. Enquiryക്ക് വരുവാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം പറയേണ്ടത്. ആൻഡ് ഓൾസോ ഇനിയും ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണെങ്കിൽ ആ രീതിയിലുള്ള കൺക്ലൂഷൻ ആയിരിക്കണം പറയേണ്ടത്. ആൻഡ് ഓൾസോ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രോപ്പർ കൺക്ലൂഷൻ ആയിരിക്കണം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ? നമുക്ക് എന്ത് ചോദിക്കാം? Well, Joseph, I believe that I did address all your concerns. Is there any other questions that you would like me to address with? എന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ, ഞാൻ എല്ലാം അഡ്രസ്സ് ചെയ്തു, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇനി ഒന്നും ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽ I hope you'll be following all the instructions that I've given as such. ഇനി എന്ത് ചെയ്യാം? വേറെ കൺസൾട്ടേഷനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? So let me just brief in what we have gone through for your convenience. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഐ വിൽ ജസ്റ്റ് ബ്രീഫ് ഇൻ എന്ന് മെൻഷൻ ചെയ്യാം. അതേസമയം കൺസൾട്ടേഷന് വന്നിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ടാസ്ക് എൻഡ് ചെയ്യുന്നത്? സോ ഐ ഹോപ്പ് ഐ ഡിഡ് അഡ്രസ് ഓൾ യുവർ കൺസേൺസ് അബൌട്ട് യുവർ കണ്ടീഷൻ. Alright, so just wait for some time. I'll make the arrangement for the consultation. Meanwhile, I can just brief in what we talked about your condition. Okay, അവിടെ ആ കൺസൾട്ടേഷൻ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യാം. ഓൾവേസ് എൻ ദ ടാസ്ക് ബേസ്ഡ് ഓൺ ദ സിനേറിയോനെ ബേസ് ചെയ്തിട്ട് മാത്രം ടാസ്ക് എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
Well, Joseph, I believe that you got an idea about your situation. If you have any problem, so you can just press the buzzer. I'll be here to help you with it. Don't feel don't mind calling us. We'll be here to help you with it. So in between, let me just tell you the important points what we have gone through. എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. പക്ഷേ ടൈം ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടാസ്ക് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ മൈ ഹംബിൾ സജഷൻ ഇസ് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തൊട്ടേ നിങ്ങൾക്കൊന്ന് ബ്രീഫിങ് ചെയ്യാം. എസ്പെഷ്യലി ഈ കുഞ്ഞു ടാസ്ക് ഒക്കെ വരുന്ന കേസിൽ നിങ്ങൾക്ക് അവർ വന്നത് തൊട്ടേ പറയാം. വെൽ യു കെയിം ഹിയർ, വെൽ യു വിസിറ്റഡ് മീ വിത്ത് ദ കൺസേൺസ് ഓഫ് ഹാവിങ് ദിസ് പ്രോബ്ലം ആൻഡ് ഐ കളക്റ്റഡ് ഫ്രം ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്. സോ എന്നോട് ഇവിടെ മിരക്ലൈൻ ചോദിച്ച ഒരു കാര്യമാണ്, ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എങ്ങനെ സഫീഷ്യൻ്റ് ആയിട്ട് ആ ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യം അല്ലേ. സോ യു മൈറ്റ് ബി ഹാവിങ് കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ ടാസ്ക് പ്രോപ്പർലി വായിക്കുന്നുണ്ട് പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഡു. റൈറ്റ്, നമ്മുടെ കയ്യിൽ ടാസ്ക് കിട്ടി, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യം നോട്ടീസ് ചെയ്യുക. ടാസ്ക് കിട്ടി, സെറ്റിംഗ്, സിനാരിയോ ആൻഡ് ഫസ്റ്റ് ടാസ്ക് വായിക്കുക. ഒരു കേസ് ഐഡൻറ്റിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന 3 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ സെറ്റിംഗ്, സിനാരിയോ ആൻഡ് ടാസ്ക് ആണ്. ജസ്റ്റ് സെറ്റിംഗ് അല്ലെങ്കിൽ സിനാരിയോ മാത്രം അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് മാത്രം വെച്ച് കേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിൽക്കരുത്. 3 കാര്യങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്ലാരിറ്റി കിട്ടും. കാരണം ഇത് മാത്രം നോക്കുമ്പോൾ ഇതൊരു വിതൗട്ട് ഇൻട്രൊഡക്ഷൻ കേസാണ്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടാസ്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഡെഫിനറ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞെന്നുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് ടാസ്ക് വരുന്ന മിക്ക കേസസും അൺനോൺ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ വിസിറ്റ്, ഫൈൻഡ് ഔട്ട് റിക്വസ്റ്റ് ടു സീ യു, പക്ഷേ ഇത് കംപ്ലീറ്റ് അൺനോൺ ആവത്തില്ല, കാരണം ഓൾറെഡി അസസ്മെൻറ്റ് കഴിഞ്ഞതാണ് അല്ലേ. സോ റീഡ് ദ സെറ്റിംഗ്, സിനാരിയോ ആൻഡ് ഫസ്റ്റ് ടാസ്ക്. നമുക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻസ് കിട്ടിയതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ട് മൈ ഹംബിൾ സജഷൻ ഇസ് നിങ്ങൾക്ക് പറയേണ്ട ഇൻട്രോ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. വാട്ട് എവർ യു ഗോണ സേ, ആ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ്, അത് എന്ത് കേസാണെന്ന് എഴുതി വെക്കാം. കാരണം മൊത്തം ഇൻട്രോ എഴുതാൻ ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫിൻ ചെയ്യുക, ജസ്റ്റ് വെരി അബ്രിവേറ്റഡ് ഫോമിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സോ നമ്മൾ വിഷ് ചെയ്യുന്നു, അതിനുശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, അതിനുശേഷം എന്തിനാണ് നമ്മളെ കാണണമെന്ന് പറഞ്ഞത് ആ റീസൺ ചോദിക്കുന്നു, ആൻഡ് എന്താണ് പേഷ്യൻ്റ് ഇൻഫോ കളക്ട് ചെയ്യുന്നു, ആൻഡ് അവർ നെയിം. ഐ ഡോണ്ട് ഫീൽ ഇതിന് ഒരുപാട് സമയം എടുക്കും, ഇതിന് ഒരുപാട് സമയം ഡെഫിനറ്റ്ലി എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് സോ വൺസ് യു റെഡ് ദ ടാസ്ക് കംപ്ലീറ്റ്ലി, ടൈം അപ്പ് ആയി, ഇന്റർലോക്യൂട്ടർ പറയുകയാണ് യു മേ സ്റ്റാർട്ട്. അപ്പോൾ എന്താണ് വീണ്ടും ആ ഒരു എന്താണ് കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. സോ വാട്ട് യു ക്യാൻ ഡു ഹിയർ ഇസ് ആ ഇൻട്രോ അത് എഴുതിയിരിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. പക്ഷേ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അബ്രിവേഷൻസ് ഉണ്ടാക്കാം. സോ TW is time wish. Well, good afternoon or good morning. SI എന്താണ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നാണ് ഞാൻ അബ്രിവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സെൽഫ് ഇൻട്രൊഡക്ഷനും അവിടെ കൊടുക്കാം. My name is Varsha. I'm a nurse working in this hospital rehabilitation unit. So may I know the reason for the request to see me? അത് അവിടെ തന്നിരിക്കുന്ന രീതിയിൽ തന്നെ പോവുക. Alright? അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യാം, ഈ ഫൈൻഡ് ഔട്ട് മാറ്റി സോ കുഡ് എന്ന് മാത്രം ഞാൻ എഴുതുന്നു. കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ മീ. ഇനി ഇൻഫർമേഷനിലേക്ക് വരുമ്പോൾ ഗീവ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ടാസ്ക് ആയിരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ടാമത്തെ ടാസ്കിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് മീ ഗീവ് ദ ഇൻഫർമേഷൻ അബൌട്ട് യോർ. അപ്പോൾ ഇവിടെ മദർ വരുന്നുണ്ട്, അബൌട്ട് യോർ mother's condition. First stage recovery ആണ്, vital signs satisfactory, memory, speech capabilities no change and അതത്രയും പറഞ്ഞു. സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് മൊബിലിറ്റിക്ക്. ഈ ഫൈൻഡ് ഔട്ട് അഗൈൻ വരുന്നുണ്ട്. വീണ്ടും കുഡ് യു പ്ലീസ് ടെൽ മീ യുടെ റെപ്പറ്റീഷൻ വരാൻ ചാൻസസ് ഒരുപാട് കൂടുതലാണ്. സോ ഐ വുഡ് സേ ഒരു വേർഡ് എഴുതി വെക്കാം, മേ. ആ മേ കാണുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക, മേ ഐ നോ യോർ ഒപ്പീനിയൻ ഓഫ് യുവർ മദേഴ്സ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ സൺ ഓർ ഡോട്ടർ എന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് യു ആയിരിക്കും. അതേസമയം പേഷ്യൻസ് എന്നാണ് നമ്മുടെ കാർഡിൽ നിന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് യോർ ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചോദിക്കാം, ഇവിടെ എന്തായിരിക്കും അത് യോർ, കാരണം അപ്പസ്ട്രോഫിയസ് ഉണ്ട്, ഇവിടെയും അപ്പസ്ട്രോഫിയസ് ഉണ്ട്. അപ്പോൾ മേ ഐ നോ യോർ ഒപ്പീനിയൻ ഓഫ് യുവർ മദേഴ്സ് കണ്ടീഷൻ. ഐ ഡോണ്ട് ഗെസ് ഇതിന് ഒരുപാട് സമയം എടുക്കുക എന്നുള്ളത്. ദെൻ കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ കൺഫേം. Let me confirm പറഞ്ഞാലും that's pretty fine. I can confirm the benefits of regular contact with family. ഇനി എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് അവിടെ ഫിറ്റ് ഇൻ ആവുന്നില്ല, ടാസ്ക് ഒന്നുകൂടി പ്രോപ്പർലി വായിക്കുക. I can confirm benefits of regular contact with family. അപ്പോൾ അതെന്തായാലും ബെനിഫിറ്റിനെ പറ്റി പറയാം, അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും, ഡെഫിനറ്റ്ലി ചെയ്യാം. Alright, അപ്പോൾ അതെന്ത് ചെയ്യാം, ആ എക്സാമ്പിളിന് പകരം ഇറ്റ് ഹെൽപ്സ് ലിഫ്റ്റിംഗ് മൂഡ്, എനർജൈസിങ് പേഷ്യൻറ്റ്, പാസിംഗ് ടൈം, എസ്റ്റാബ്ലിഷിംഗ് റുട്ടീൻ. ആൻഡ് അവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവാണ്, ഡയറക്ട്ലി വായിച്ചു പോവാതെ കൺസേൺ ചോദിക്കാതെ നമുക്കൊരു കണക്ടർ അവിടെ പ്രോപ്പർലി യൂസ് ചെയ്യാം. എന്താണ് ഇത്, യു ക്യാൻ സേ മോർ ഓവർ.
Okay, moreover, അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ജസ്റ്റ് ആ ലെറ്റ് മീയും കൂടി അവിടെ അങ്ങ് നോട്ട് ഡൗൺ ചെയ്യാണ്. moreover let me remind, അപ്പോൾ സൺ ഓർ ഡോട്ടറിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, യു. let me remind you of visiting regulations. so that is, ഇനി എന്തൊക്കെയായിരിക്കും നമ്മളവിടെ പറയാം, അല്ലെങ്കിൽ റെഗുലേഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ്ലി maximum 2 visitors, secondly only not during meal times and treatment time. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പോഴും ഓക്കെ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ് ഓൾസോ, അല്ലെങ്കിൽ ഓൾസോ ആൻഡ് അതിൻ്റെ റെപ്പിറ്റീഷൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒരു ടാസ്ക് കൂടി അവിടേക്ക് വരുന്നുണ്ട്, അതും കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ ഇൻക്ലൂഡ് ചെയ്യാം ടാസ്കിലേക്ക്. സോ ഇൻ അഡീഷൻ ടു ദാറ്റ്, അപ്പോൾ മോറോവർ അവിടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അത് തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഞാൻ അവിടെ ഇൻ അഡീഷൻ എന്ന് എഴുതി വെക്കുന്നുണ്ട്, ഇൻ അഡീഷൻ ടു ദാറ്റ്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു. അപ്പോൾ ലെറ്റ് മീ ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെയും ഐ വുഡ് ലൈക്ക് ടു. അപ്പോൾ ഐ ഡോണ്ട് ഗെസ് ഇതിന് ഒരുപാട് സമയം എടുക്കും, അത്ര ഒന്നും എടുക്കില്ല. നിങ്ങളിതൊന്ന് യൂസ് ടു ആയാൽ മതി, ഈ ഒരു രീതിയിലേക്ക് യൂസ് ടു ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് പ്രിറ്റി സിമ്പിൾ. സോ ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു മേക്ക് റെക്കമെൻഡേഷൻസ്. അപ്പോൾ റെക്കമെൻഡേഷൻസ് അബൌട്ട് ദ വിസിറ്റ്, ഷാൽ ഐ, ഓക്കെ, ക്യാൻ ഐ എന്നൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഒരു കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോവാണ്. Can we say, if I am not wrong, you might be Mr. X's guardian or parent? Sure, you may. അങ്ങനെ പറയാം. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണോ ജൊഹാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാവുന്നതാണോ, ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണോ, അത് ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആണെന്നാണോ? Could you please confirm that? ഈ ഒരു കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ വെൻ ഇറ്റ് ഇസ് ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അത് ഫിറ്റ് ഇൻ ആവത്തില്ല. കാരണം ആരോ ഒരാൾ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു, ബട്ട് വി ഡോണ്ട് നോ ബിക്കോസ് ദ റെസിഡൻറ്റ് ഇസ് ആർ റെസിഡൻറ്റ് ഓവർ ഹിയർ അല്ലേ. ആ പേഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ഇത് ഫിറ്റ് ഇൻ ആവത്തില്ല. അല്ലാതെ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്ന പേഷ്യൻ്റ്, ലൈക്ക് ഇൻ പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലുള്ള ഇൻ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ പറഞ്ഞിട്ടുണ്ട്, ബൈസ്റ്റാൻഡറിനോട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇഫ് ഐ എം നോട്ട് റോങ് യു മൈറ്റ് ബി Mr. or Mrs. X's guardian. This situation it won't be that much suitable, I guess, because the patient is already our inpatient. നമ്മുടെ പേഷ്യൻ്റ് ആണ് ആൻഡ് ഒരാൾ നമ്മളെ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാണണമെന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമ്മൾ എന്തിനാണ് റിക്വസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ചോദിച്ചു പോകണേന്നുള്ളതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ മാം, കുഡ് യു പ്ലീസ് ഷോ മീ സെക്കൻഡ് ടാസ്ക്, സെക്കൻഡ് ടാസ്ക്. ഓക്കെ, യെസ്, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടാസ്ക്. യെസ്, കുട്ടു, റൈറ്റ്? കുട്ടു കണ്ടോ? ഹാവ് യു ഗോട്ട് an idea about the second task? Can I move on with your permission to the next one? All right. Yes, so I hope you got an idea about the same. And അവിടെ എവിടേക്കാണ് നമ്മുടേതായിട്ടുള്ള അഡീഷൻസ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മൈ സജഷൻ. പിന്നെ ഷാലായി, അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ, വാച്ച് ഫോർ സൈൻസ് ഓഫ് ടയർഡ്നെസ്, നോ നീഡ് ഫോർ എനി കോൺസ്റ്റന്റ് കോൺവെർസേഷൻ. ഇനി എവിടെയാണ് എന്താണ് പറയേണ്ടത്, ഫൈനലി നമ്മൾ പറഞ്ഞു നിർത്തുന്ന റെക്കമെൻഡേഷനാണ്. അപ്പോൾ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് തന്നെ അത് അവർക്ക് ഫോളോ ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഫോളോ ചെയ്യാൻ ഓക്കെ ആണോ, ഓൺലി ഫോളോ. സോ വിൽ യു ബി ഏബിൾ ടു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് ചോദിക്കാം. ഫോളോയിങ് അല്ല, will you be able to follow this instruction? ഇനി മൂവിങ് ഓൺ, ഒരു നെക്സ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവരെ ചോദിച്ചില്ല കൺസേൺസിൻ്റെ കാര്യം, നമുക്കൊരു കൺസേൺ റേസ് ചെയ്യാം. സോ എപ്പോഴും കൺസേൺ തന്നെ റെപ്പിറ്റേഷൻ, നിങ്ങൾ ആ കൺസേൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു സജഷൻ. അതിനേക്കാളും പകരം എന്താ, ഡു യു ഹാവ് എനി അതർ ക്വയറി, ഡു യു നീഡ് എനി ക്ലാരിഫിക്കേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ വേർഡ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെലിബറേറ്റ്ലി ഈ വേർഡ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലേക്ക് വരും. ഐ മീൻ നിങ്ങൾ പറയും, അല്ലാണ്ട് എന്താണ് നിങ്ങൾ ഓക്കെ അത് വേറെ പറയാം, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴത്തേക്കും അവിടെ വേണമെങ്കിൽ ഒരു ഹമ്പ് വന്നേക്കാം. ഇനി അടുത്ത ടാസ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, സോ ലെറ്റ് മീ ഗീവ് സം അഡ്വൈസ് ഓൺ വേസ് ഫോർ യു, സണ്ണോ ഡോട്ടർ ആണ്, യു ടു ഹെൽപ്പ് യോർ മദർ, പേഷ്യൻ്റ് അവർ തമ്മിലുള്ള റിലേഷൻ ആ രീതിയിൽ തന്നെ പറയാം, യോർ മദർ. ഡു മൊബിലിറ്റി എക്സസൈസസ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ്ലി യു ക്യാൻ ഡു മൊബിലിറ്റി എക്സസൈസസ് ടുഗെദർ. സെക്കൻഡ്ലി ബ്രിങ് സം പേഴ്സണൽ ഐറ്റംസ് ടു പ്രോംപ്റ്റ് യുവർ മദേഴ്സ് മെമ്മറി. ഇൻ അഡീഷൻ ടു ദാറ്റ് ഓർ ഫൈനലി എന്ന് പറഞ്ഞിട്ട് എന്താണ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഗീവ് എൻകറേജ്മെൻറ്റ്, ഇതും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മളല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചോദിക്കാം, സോ ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു, ഓർ ഡു യു തിങ്ക് ദിസ് ഇസ് അപ്രോപ്രിയേറ്റ്, അല്ലെങ്കിൽ വെൽ ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു ടു ഫോളോ ദിസ് എന്നൊക്കെ ചോദിക്കാം. അവരുടെ ഒപ്പീനിയൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഇവിടെയും വേണ്ടത്. ഓക്കെ, അത് ഓക്കെ ആണോ എന്നാണ് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് വീണ്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആൻഡ് അഡ്വൈസ് അഗൈൻസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ എം സോറി എന്ന് ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കാണ്. ആൻഡ് ഇപ്പുറത്ത് ഐ കാൺട്ട് അലൗ. ഓക്കെ, വെൽ ഐ എം സോ സോറി
I can't allow your mother leaving the ward at present എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. leaving the ward at present because എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ടാസ്ക് എന്ത് ചെയ്യാം, പ്രോപ്പർലി കണ്ടിന്യൂ ചെയ്ത് പോകാം. I hope now it is clear ആയോ? So Miracline, you were telling me about the preparation time. So these are certain steps you can follow. പിന്നെ ആ ഒരു 3-minute ടൈമിൽ കംപ്ലീറ്റ് ടാസ്ക് വായിച്ച് അതിൻ്റെ അർത്ഥം മൊത്തം മനസ്സിലാക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ടു മച്ച് ടൈം കൺസ്യൂമിങ്. സോ ജസ്റ്റ് ലുക്ക് ഫോർ ദ വേർഡ്സ്. ഡു വി നീഡ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഓർ നോട്ട് എന്നുള്ളതായിരിക്കണം നമ്മൾ അതിലെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ജസ്റ്റ് കീവേഡ്സിൽ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. ആ കീവേഡ് എന്താണ്, നമ്മുടെ ഫസ്റ്റ് വേർഡിനെയാണ്, ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ പ്രൊവൈഡിംഗ് ആണോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ വേണ്ടായോ എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്, സോ ആർ യു വില്ലിംഗ് ടു ഫോളോ ദിസ് ഇൻസ്ട്രക്ഷൻസ്? ഇത് ഓക്കെ, യെസ് അത് ഓക്കെയാണ്. അശ്വതി, ആർ യു വില്ലിംഗ് ടു ഫോളോ ദിസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാലും അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ കേസ്. ഇതൊരു വിതൗട്ട് ഇൻട്രഡക്ഷൻ ആണ്, പക്ഷേ പേഷ്യൻ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വലി നമ്മൾ പേഷ്യൻ്റ് ഇല്ലാത്ത കോണ്ടെക്സ്റ്റിൽ നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അവരെ മീറ്റ് ചെയ്യുന്നു എന്നായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പേഷ്യൻ്റ് നമ്മുടെ റെസിഡൻ്റ് ആണ്, നമ്മുടെ അടുത്തുള്ള ആളാണ്, ഇവർ കാണാൻ വന്നിരിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഈ കേസിൻ്റെ ഇൻട്രൊഡക്ഷനിലും അങ്ങനെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളത്. സോ ഐ ഹോപ്പ് I did address all your concerns. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ please do comment down. I am here to help you with the same. Alright? So thank you so much for listening to me all this while, and we'll be meeting next Monday. So have a good day everyone. So I just request you to go through the speaking part regularly. Keep in touch with this thing so that you won't be having any confusion. So wishing you all a good day. Thank you for listening to me for the time being. Thank you.